സ്വിറ്റ്സർലൻഡ് എന്നാൽ ആൽപ്സും ചോക്ലേറ്റ്സും സ്വിസ് മെയ്ഡ് വാച്ചസും മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റഡി ഡെസ്റ്റിനേഷൻസ് ഇൻ ദ വേൾഡ്. സ്വിറ്റ്സർലൻഡിൽ ഒരു ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് സ്വിറ്റ്സർലൻഡിനെ കുറിച്ച് എ ടു ഇസഡ് കാര്യങ്ങൾ ഒരു എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കിയിട്ട് നോക്കുന്നതല്ലേ നല്ലത്. സോ അങ്ങനെയുള്ള ഒരു സ്റ്റുഡൻറ്റോ പേരൻറ്റോ അതുപോലെ സ്റ്റുഡൻറ്റ് മറ്റാരെങ്കിലും ആണെങ്കിൽ ദെൻ ദിസ് വീഡിയോ ഈസ് ഫോർ യു. അതുകൊണ്ട് stay till the end to understand why Switzerland can be your best destination for your future. Before going further, if you are a first time visitor to this channel, then thanks for tuning in and you can subscribe this channel right now for fact-based, research-based study abroad content in Malayalam. And if you are already subscribed this channel, then thanks once again for coming back to this channel. So starting with the first segment, why Switzerland for higher education. അതിനുള്ള ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീസൺ തന്നെ ഹയസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് സ്വിറ്റ്സർലൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. വേൾഡിലത്തെ പല മുൻനിര യൂണിവേഴ്സിറ്റീസ് എടുക്കുകയാണെങ്കിലും അതിൽ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റീസും ഉണ്ടാവും. എന്തുകൊണ്ട് സ്വിറ്റ്സർലൻഡ് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ റീസണാണ് ഹൈ ലിവിങ് സ്റ്റാൻഡേർഡ്സ്. സ്വിറ്റ്സർലൻഡിൽ ഒരു തവണയെങ്കിലും പോയിട്ടോ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം എന്തുകൊണ്ട് സ്വിറ്റ്സർലൻഡ് എന്നുള്ളത്. കാരണം സ്വിറ്റ്സർലൻഡ് മീൻസ് പ്ലേ ഗ്രൗണ്ട് ഓഫ് യൂറോപ്പ്. ഇത്രയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും പ്രകൃതി രമണീയമായിട്ടുള്ളതും എന്നാൽ ആ പ്രകൃതി വിഭവങ്ങളെ ഇത്രയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ളൊരു കൺട്രി ഒരുപക്ഷെ നമുക്ക് ഭൂമിയിൽ കാണാൻ പറ്റില്ലെന്ന് വരാം. ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ കാര്യത്തിൽ അന്താരാഷ്ട്ര നിലവാരങ്ങൾ നോക്കുകയാണെങ്കിൽ മിക്ക സ്വിസ് നഗരങ്ങളും വേൾഡിലത്തെ ടോപ്പ് 10 തന്നെ വരുന്നുള്ളത് ഒരു അതിശയോക്തിയുള്ളൊരു കാര്യമല്ല. റീസൺ നമ്പർ 3, സ്ട്രോങ് ജോബ് മാർക്കറ്റ് ആൻഡ് ഹൈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ലോകത്തിലെ എല്ലാ കൺട്രിയായിട്ട് സ്വിറ്റ്സർലൻഡിനെ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ലോവസ്റ്റ് അൺഎംപ്ലോയബിലിറ്റി റേറ്റ് ഉള്ളൊരു രാജ്യം സ്വിറ്റ്സർലൻഡ് ആയിരിക്കും. അറൗണ്ട് 2.3% മാത്രമാണ് സ്വിറ്റ്സർലൻഡിലെ അൺഎംപ്ലോയബിലിറ്റി റേറ്റ്. എൻജിനീയറിംഗ്, അത് ടെക് മേഖലകളും അതുപോലെ തന്നെ ബിസിനസ് ആൻഡ് ഫിനാൻസ് മേഖലയും ദെൻ ഫാർമസ്യൂട്ടിക്കൽ മേഖലയും സ്വിറ്റ്സർലൻഡിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ഇൻഡസ്ട്രീസാണ്. അവിടുത്തേക്ക് ആവറേജ് സാലറി റേഞ്ചസ് വരുന്നത് അറൗണ്ട് 80,000 സ്വിസ് ഫ്രാങ്ക് തൊട്ട് ഒരു 1 lakh സ്വിസ് ഫ്രാങ്ക് വരെയാണ്. സോ സാലറീസ് ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ തന്നെയാണ്. നൗ മൂവിങ് ടു ദ സെഗ്മെൻറ്റ് നമ്പർ 2, എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിൽ മറ്റ് കൺട്രീസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ടൊരു സവിശേഷത, മറ്റ് കൺട്രീസിലെല്ലാം ഒരു ലാംഗ്വേജ് ആയിരിക്കും പ്രിഡോമിനൻ്റ് ആയിട്ട് വരുന്നത്. എന്നാൽ സ്വിറ്റ്സർലൻഡിൽ 3 ലാംഗ്വേജസ് ആണ് അവർ ഓരോ ഏരിയ ബേസ് ചെയ്ത് സംസാരിക്കുന്നത്. ജർമ്മൻ ബോർഡറിനോട് ചേർന്നുള്ള ഏരിയകൾ ജർമ്മനും ഫ്രഞ്ച് ബോർഡറോടുള്ള ഏരിയയിൽ ഫ്രഞ്ച് ലാംഗ്വേജും, എന്നാൽ ഇറ്റാലിയൻ ബോർഡറോട് ആ ഒരു റീജിയനിൽ ഇറ്റാലിയൻ ലാംഗ്വേജുമാണ് അവർ സംസാരിക്കുന്നത്. സോ ഒരു കോമൺ ത്രെഡായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇപ്പം നല്ല രീതിയിൽ അവിടെ ഡെവലപ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 ലാംഗ്വേജിലും ഉള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജിലും ഇപ്പം നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫ്രം പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ടു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് സ്വിറ്റ്സർലൻഡിൽ അവൈലബിൾ ആണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി അറൗണ്ട് 3 ഇയർ ഡ്യൂറേഷനാണ് വരുന്നത്. എന്നാൽ മാസ്റ്റേഴ്സ് ഡിഗ്രീസ് അറൗണ്ട് 1.5 to 2 ഇയർ ഡ്യൂറേഷനാണ് വരുന്നത്. ട്യൂഷൻ ഫീസ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ, അത് ബാച്ചിലർ ലെവലിലാണെങ്കിലും മാസ്റ്റേഴ്സ് ലെവലിലാണെങ്കിലും 1000 സ്വിസ് ഫ്രാങ്ക് തൊട്ട് 3000 സ്വിസ് ഫ്രാങ്ക് ആണ് ട്യൂഷൻ ഫീസായിട്ട് വരുന്നത്. ഇനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലാണെങ്കിൽ അറൗണ്ട് 10,000 to ഒരു 40,000 സ്വിസ് ഫ്രാങ്ക് ആണ് ട്യൂഷൻ ഫീസായിട്ട് വരുന്നത്. നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് സെഗ്മെൻറ്റ്, അഡ്മിഷൻ ആൻഡ് വിസ. ബാച്ചിലേഴ്സ് ഡിഗ്രിക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ എല്ലായിടത്തും തന്നെ 13 ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ജർമ്മനിയിലെ പോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ 12 ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷനും അക്സെപ്റ്റഡ് ആണ്. IELTS സ്കോർ അറൗണ്ട് ഒരു 6 ആണ് വേണ്ടി വരുന്നത്. മാസ്റ്റേഴ്സ് പ്രോഗ്രാംസിന് MBA പോലുള്ള പ്രോഗ്രാംസ് ഒഴികെയുള്ള പ്രോഗ്രാംസിന് മിക്കവാറും ഡയറക്റ്റ് എൻട്രിയാണ്. ചില യൂണിവേഴ്സിറ്റീസിലെ MBA പ്രോഗ്രാംസിന് അവർ വർക്ക് എക്സ്പീരിയൻസും ചോദിക്കാറുണ്ട്. ഇനിയിപ്പോൾ ബാച്ചിലേഴ്സ് ലെവലിലാണെങ്കിലും മാസ്റ്റേഴ്സ് ലെവലിലാണെങ്കിലും ഡിപ്പെൻഡിങ് ഓൺ യൂണിവേഴ്സിറ്റി അറൗണ്ട് ഒരു 55 to 60% ആണ് ബേസിക് എൻട്രി റിക്വയർമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. ലാംഗ്വേജ് റിക്വയർമെൻറ്റും വേരി ചെയ്യാം. അത് പബ്ലിക് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ 6.5 to 7, ഈവൻ 7 to 7.5 വരെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ സ്റ്റുഡൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പബ്ലിക് യൂണിവേഴ്സിറ്റീസ് വെക്കാറുണ്ട്. ഇനി ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസിലോട്ട് പോകുമ്പം 80% to 90, ഈവൻ 90+% വരെ പ്രീവിയസ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ
ഒരുപക്ഷെ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ അതുപോലുള്ള ട്രാക്ക് റെക്കോർഡ് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റണം. കാരണം അത്രയധികം സ്റ്റുഡൻസാണ് സ്വിറ്റ്സർലൻഡിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇനി ടോപ്പ് നോച്ച് ആയിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെയും കാര്യം വ്യത്യസ്തമല്ല. 2 മേജർ ഇൻടേക്സ് ആണ് മജോറിറ്റി യൂണിവേഴ്സിറ്റീസും സ്വിറ്റ്സർലൻഡിൽ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് ഈസ് ഫെബ്രുവരി ഇൻടേക്ക്. പ്രീവിയസ് ഇയറിൽ ഒക്ടോബർ നവംബർ ആണ് ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ ആയിട്ട് വരാറ്. ഇനി സെപ്റ്റംബർ ഇൻടേക്കിനാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ ഏപ്രിൽ മെയ് പീരീഡ് ആണ് ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ ആയിട്ട് വരാറുള്ളത്. വിസയ്ക്കുള്ള മേജർ ഇൻഗ്രീഡിയൻസ് അഡ്മിഷൻ ലെറ്റർ ഫ്രം എ റെക്കഗ്നൈസ് സ്വിസ് യൂണിവേഴ്സിറ്റി, അതുപോലെ അക്കോമഡേഷൻ പ്രൂഫ് വേണം, ഹെൽത്ത് ഇൻഷുറൻസ്, ദെൻ ഒരു 24,000 യൂറോ ഫണ്ട്സ് വേണം, അതുപോലെ തന്നെ ITRസും മാൻഡേറ്ററി ആണ്. സെഗ്മെൻറ്റ് നമ്പർ 4 സ്കോളർഷിപ്സ് ആൻഡ് ഫണ്ടിങ്. സ്വിറ്റ്സർലൻഡ് എല്ലാ രാജ്യത്തു നിന്നും ഒരു നിശ്ചിത സ്റ്റുഡൻസിനെ കൂടുതലും മിക്കവാറും യൂണിവേഴ്സിറ്റീസ് അവർ പ്രിഫർ ചെയ്യുന്നില്ല. സോ ട്രൂലി ഒരു മൾട്ടി കൾച്ചറൽ എൻവയോൺമെൻ്റ് ആയിട്ടാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഓരോ കൺട്രിക്കും ഓരോ ക്വാട്ട കൊടുത്തിട്ടുണ്ടാവും. അതിനർത്ഥം എന്താണ്? ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള 80% സ്റ്റുഡൻ്റായിട്ട് പഠിക്കുമ്പോൾ മിക്കവാറും അത് നമുക്ക് കിട്ടണമെന്നില്ല. അതാണ് ഇപ്പോൾ പല കൺട്രീസിലും അവിടുത്തെ ചില യൂണിവേഴ്സിറ്റീസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് സ്വിറ്റ്സർലൻഡിലെ ഈവൻ ഒരു മിഡ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസിൽ പോലും അവർ ഇൻ്റർനാഷണൽ എക്സ്പോഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഈവൻ സ്കോളർഷിപ്സും അതിനുവേണ്ടി തന്നെയാണ് അവർ ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നത്. സോ അതിൽ ടോപ്പ് 3 സ്കോളർഷിപ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ ഈ പറയുന്ന കൂടാതെ തന്നെ അനവധി സ്കോളർഷിപ്സ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് അതുപോലെ തന്നെ വേറെ ഗവൺമെൻറ് സോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ഓൺലി ദ ടോപ്പ് 3 ഇൻ ദ ലിസ്റ്റ്. സോ സ്റ്റാർട്ടിങ് വിത്ത് സ്വിസ് ഗവൺമെൻറ് എക്സലൻസ് സ്കോളർഷിപ്സ്, ETH സൂറിച്ച് എക്സലൻസ് സ്കോളർഷിപ്സ്, UniIL മാസ്റ്റേഴ്സ് ഗ്രാൻഡ്സ്. സോ മൂവിങ് ടു ദ സെഗ്മെൻറ്റ് നമ്പർ 5 പാർട്ട് ടൈം ജോബ്സ്, സ്റ്റേ ബാക്ക് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. സ്വിറ്റ്സർലൻഡിൽ 15 hours പെർ വീക്കാണ് ലീഗലി ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിന് പാർട്ട് ടൈം ജോബ് അലൗഡ് ആയിട്ടുള്ളത്. ഇനി സ്റ്റേ ബാക്ക് കോഴ്സിന് ശേഷം 6 months പീരീഡാണ് ഉള്ളത്. അപ്പോൾ പൊതുവേ ഒരു സംശയം തോന്നാം, എല്ലായിടത്തും 20 hours ഉണ്ട്, ഇവിടെ 15 hours ഉള്ളൂ, അതുപോലെ സ്റ്റേ ബാക്കും 6 months ഉള്ളൂ. നൗ ലുക്ക്, സ്വിറ്റ്സർലൻഡിൽ ഇത്രയധികം ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് വരുന്നൊരു ലൊക്കേഷനാണ്. സോ അവിടെ അത്രയധികം പാർട്ട് ടൈമിനുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. എന്നാൽ ഹയർ ഏണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്. കാരണം 20 to 30 മീൻസ് അതൊരു കമ്പാരിറ്റീവ്ലി ഹൈ വേജ് റേറ്റ് ആണ്. ഈവൻ ഇൻ സ്വിറ്റ്സർലൻഡ് ഓൾസോ എക്സ്പെൻസസ് ഉണ്ട്, ബട്ട് അത് മീറ്റ് ചെയ്യാനുള്ള ഇൻകവും അതിൽ നിന്ന് നമുക്ക് പോസിബിളാണ്. ഇനി മറ്റു പല ഡെസ്റ്റിനേഷൻസ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈവൻ 2 years 3 years ഒക്കെ സ്റ്റേ ബാക്ക് പീരീഡ് ഉള്ള കൺട്രീസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും അവിടെയൊക്കെ പലപ്പോഴും ഹെവി കോമ്പറ്റീഷനാണ് നല്ലൊരു ഫുൾ ടൈം ജോബിൽ എത്താൻ. ബട്ട് സ്വിറ്റ്സർലൻഡിൽ കമ്പാരിറ്റീവ്ലി അൺഎംപ്ലോയബിലിറ്റി കുറഞ്ഞൊരു രാജ്യം കൂടാണ്. എന്നാൽ നല്ല ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്, ഒത്തിരി ക്രൗഡഡും അല്ല. സോ ദാറ്റ് മീൻസ് അറ്റ്ലീസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് 2 to 3 years എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, നല്ലൊരു ഫുൾ ടൈം ജോബിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ്ലി സിംപിളറാണ്. പിന്നെ മിക്കവാറും യൂണിവേഴ്സിറ്റീസിൽ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട്. സോ ഒരു ഫുൾ ടൈം ജോബിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ബേസിക് സ്കിൽസ് ഉള്ള ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമേ അല്ല. ഇനി വൺസ് അത് കയറിക്കഴിഞ്ഞാൽ നോർമലി ഒരു 3 year വർക്ക് പെർമിറ്റാണ് കിട്ടുന്നത്. സോ ദാറ്റ് മീൻസ് ഒരു നല്ലൊരു സാലറിയിൽ കരിയർ അഡ്വാൻസ് ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും സ്വിറ്റ്സർലൻഡിൽ ഉണ്ടെന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. വേൾഡ് ക്ലാസ് ആയിട്ടുള്ള കരിയർ സ്പെസിഫിക് കോഴ്സസ് അറ്റ് ദ സെയിം ടൈം വിത്ത് ഇൻ്റർനാഷണൽ എക്സ്പോഷർ ഫ്രം സ്റ്റുഡൻസ് ഫ്രം മൾട്ടിപ്പിൾ കൺട്രീസ് വിത്ത് ഹൈ ഇൻകം ജോബ് പ്രോസ്പെക്ട്സ്, ഇതാണ് സ്വിറ്റ്സർലൻഡ് ഓഫർ ചെയ്യുന്നത്. സോ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റഡിങ് ഇൻ സ്വിറ്റ്സർലാൻഡ്? കമൻറ്റ് യുവർ സജഷൻസ്. സ്വിറ്റ്സർലൻഡ് പോലെ തന്നെ ബാക്കിയുള്ള ഓവർസീസ് ഡെസ്റ്റിനേഷൻസിനെ കുറിച്ചും ഒരു ഇൻഡെപ്ത് റിസർച്ച് നടത്തി ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റോ പേരൻറ്റോ ആണെങ്കിൽ ദെൻ ഡു വിസിറ്റ് അവർ പ്ലേലിസ്റ്റ്. മജോറിറ്റി യൂണിവേഴ്സിറ്റീസിൻ്റെയും സ്റ്റഡി അബ്രോഡ് ഓപ്ഷൻസിനെ കുറിച്ച് ഞങ്ങൾ ഇൻഡെപ്ത് കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി അതല്ല, ഏതെങ്കിലും കൺട്രീസ് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഏതെങ്കിലും കോഴ്സിനെ പറ്റി ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്ലീസ് പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഇനി എന്നെയോ ഞങ്ങളുടെ ടീമിനെയോ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.